കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായത് 10,000 രൂപയിൽ താഴെ മാത്രമാണ്. കമ്പനി ഇൻകോർപ്പറേഷൻ ആൻഡ് DPIIT സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിതും. എൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു CAനെയും അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ലോയറെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് കേസിലും അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 റുപ്പീസിന് അടുപ്പിച്ചാണ് കോസ്റ്റ് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ റേസർപേ റൈസ് ത്രൂ എൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും. റേസർപേയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയും ഈ കമ്പനിയിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ നടന്നിട്ടുണ്ടായി. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്സിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് സർവീസ് ചാർജായിട്ട് ഒരു 5,000 രൂപയിൽ താഴെ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 5,000 രൂപയുടെ ഒരു ഡീഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഡീഡിന് വേണ്ടിയിട്ട് ഒരു 5,000 രൂപ അതിനും ചിലവായി. ഇതിൻ്റെ കൂടെ DSC അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കാൻ വേണ്ടി ഒരു 2,500 രൂപ കൂടെ ചിലവാകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ഓൾറെഡി DSC ഉണ്ടായിരുന്നു.